എന്തോ വിജയം, എന്തോ സംഭവിച്ചു? രണ്ട് സൈഡിൽ ഇപ്പൊ വേദനയില്ല. കർത്താവ് സൗഖ്യമാക്കി. കരം അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇവിടെ സൗകര്യമാര് എന്തോ എന്റെ സന്തോഷം ഞാൻ ഇവിടെ വെച്ച് അറിയുന്ന സന്തോഷം. ഇനി ഇത്രയും നാൾ ഞാൻ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല കർത്താവേ. ദൈവമക്കളെ, വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇങ്ങനൊരു സന്തോഷം. എന്തോ പറയാൻ ഒരുപാടുണ്ട് കർത്താവ്. ഇന്ന് 3-5-6 ദിവസം കൊണ്ട് എന്റെ വീട്ടില് കണ്ണുനീരും ഒക്കെയാ. നല്ല സന്തോഷം കാണിച്ചു. ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്നു, ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രത്യക്ഷമായിട്ട് കാണത്തക്കവണ്ണം ദൈവം ഒരു വിടുതൽ അയച്ചിരിക്കുക. ധൈര്യമായിട്ട് പോക്കും. വന്നേ സിസ്റ്റർ വന്നേ. എന്തോ ഒരു മാസമായിട്ടുള്ള പ്രയാസമില്ലേ? പറഞ്ഞോ. ഉണ്ടാവട്ടെ. ഒരു കാര്യത്തില് ഇടപെട്ടപ്പോ എനിക്കത് അവര് പറഞ്ഞ വാക്ക് എനിക്ക് താങ്ങാൻ പറ്റില്ല. എടുത്ത ഒരു തീരുമാനം. വാക്ക് പറഞ്ഞ ഒരാൾ പ്രവർത്തിച്ചില്ല. സൗകര്യം താങ്ങാമേ ദുഃഖമായിരുന്ന. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു, റാണിയില്ല, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് ഈ ദൈവശബ്ദം കേട്ട് ക്ലിയറായിട്ട് കേട്ടു. ദൈവം പ്രവർത്തിക്കുമെന്ന് കണ്ണുനീരോടാ പറയുന്നത്. കണ്ണുനീർ കരമടിച്ച് ഏറ്റെടുത്താട്ട് കണ്ണുനീരോട്. താങ്ങാൻ പറ്റാത്ത ഒരു വേദനയും പ്രയാസം. വചനം പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ആരാധിക്കും. വചനം പറഞ്ഞപ്പോഴേ ഞാൻ ഫ്രീ ആയി. കരങ്ങളടിച്ച് ദൈവമേ, അതിന് 2-3 ദിവസിക്കാവും. ആ വിഷയത്തിന് മേൽ ഞങ്ങൾ മറുപടി കൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ. സന്തോഷത്തോടെ പോകണം. അമ്മച്ചി വന്നേ. ദൈവത്തിന് സ്തോത്രം. എന്റെ ചെറുമകന് വേണ്ടി ഞാൻ ഉപവാസം എടുത്തു. പല നാളും ഞാൻ ഉപവാസം എടുത്തു. പക്ഷെ ഈ പ്രാവശ്യം ഉപവാസം എടുത്തവന് 8 മണിക്കൂർ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. ഇന്നവൻ പറഞ്ഞു, അമ്മേ 12 മണിക്കൂർ. ഒന്നാമത് മകന് ജോലിയില്ലായിരുന്നു. പ്രാർത്ഥിച്ച് 8 മണിക്കൂർ. ഇന്ന് വിളിച്ച് പറഞ്ഞു 12 മണിക്കൂർ ദൈവം ജോലി കൊടുത്തു. കണ്ടോ? കണ്ണുനീരോട്. അമ്മച്ചി, ഈ യേശുവിനെ അമ്മച്ചി അറിഞ്ഞപ്പോൾ എന്തോ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്തോ? ഒരുപാട് സമാധാനവും സന്തോഷവും കിട്ടിയിട്ടുണ്ട്. എന്റെ മക്കളെ കൊണ്ടും ചെറുമക്കളെ കൊണ്ടും എല്ലാം, നാടിനെ കൊണ്ടും വീടിനെ കൊണ്ടും. യേശു എന്താ സമാധാനം തന്നു, സന്തോഷം. യേശു പറഞ്ഞ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. I give you my peace. ഒരു വലിയ സമാധാനം നിറയട്ടെ.